ഹായ് ഫ്രണ്ട്സ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയത്തെ എതിർത്തതിന്റെ പേരിൽ സ്വന്തം പിതാവിനെ വ്യാജ പോക്സോ കേസിൽപ്പെടുത്തി 18 മാസം ജയിൽ കടത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാകാം. കാണാത്തവർക്കായി ഒരിക്കൽ കൂടി ഞാൻ ആ വാർത്ത കാണിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത മകളുടെ പ്രണയത്തെ എതിർത്ത പിതാവിനെ മകൾ ഒഴിവാക്കിയത് പോക്സോ കേസിൽ കുടുക്കിയാണ്. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം മരിയാപുരത്താണ് മനസാക്ഷി ഞെട്ടിച്ച ഈ സംഭവം നടന്നത്. ചെന്നി നായ്ക്കൽ കുടിയിലെ സജി എന്ന ആദിവാസി കർഷകന്റെ നിരപരാധിത്വം ഒടുവിൽ കട്ടപ്പന അതിവേഗ കോടതി തിരിച്ചറിഞ്ഞു. പക്ഷേ ജാമ്യം പോലും ലഭിക്കാതെ സജിക്ക് 18 മാസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഹതഭാഗ്യവാന്മാരായ 2 മാതാപിതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ 1.25 വർഷമായി ജയിലിലായിരുന്നു. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. ജാമ്യം പോലും ലഭിക്കാതെ കഴിഞ്ഞ 1.25 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കോടതി വെറുതെ വിട്ടു. കോടതി വെറുതെ വിട്ടല്ലേ? എന്താ മകൾ ഇങ്ങനെ പരാതി കൊടുക്കാനുണ്ടായ കാരണം? ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എതിർപ്പായിട്ട് പറഞ്ഞു. കൊച്ചിനതൊരു ദേഷ്യമായിട്ട് അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നായിരുന്നു. 10 പ്രാവശ്യം അങ്ങനെ കണ്ടായിരുന്നു ഫോൺ വിളിക്കുന്നത്. അപ്പം അമ്മയും വിളിച്ചു ഭാഗത്തുമൊക്കെ പോയിരുന്ന് ഫോൺ വിളിക്കുമായിരുന്നു. അത് പറഞ്ഞതിന് എന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പരാതി കൊടുത്തു. മോൾ പ്രണയിച്ച ആള് പരാതി കൊടുത്തു അല്ലേ? അങ്ങനെ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നില്ലേ? അതായത് സ്വന്തം പിതാവിനെയാണ്, അച്ഛനെയാണ് മകൾ ഇങ്ങനെയുള്ള ഒരു കള്ളക്കേസിൽ, വ്യാജ പോക്സോ കേസിൽ പെടുത്തിട്ട് 18 മാസം ജയിലിട്ടത്. ഇത്തരം കേസുകളൊക്കെ പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. ഇതിനു മുമ്പും ഇതാ സമാനത രീതിയിലുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ കൂടി അറിഞ്ഞതാണ്. അതായത് വ്യാജ പോക്സോ കേസിൽപ്പെട്ട് ദിവസങ്ങളോളം ജയിലിൽ കിടന്ന അധ്യാപകന്മാർ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി വെറുതെ വിട്ട സംഭവം, അങ്ങനെ മറ്റ് പല സംഭവങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ കേസുകൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു വകുപ്പാണ് ഈ പോക്സോ വകുപ്പ്. അതായത് ഒരു കുട്ടി എന്താണോ പറയുന്നത്, ആ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR തയ്യാറെടുക്കുന്നത്. ആ FIR തയ്യാറാക്കിയതിന്റെ ഉടനെ തന്നെ ജാമ്യമില്ലാത്ത രീതി ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഇതിന്റെ ഒരു രീതി. 2012 തോന്നുന്നു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു നിയമം നടപ്പിലാക്കിയത്. പക്ഷെ ദൗർഭാഗ്യപരമെന്ന് പറയട്ടെ, ഇത്തരം നിയമങ്ങളെ പലപ്പോഴും ഒരു ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള ഇരകൾക്ക് നീതി ലഭ്യമാകുന്നില്ല. അതായത് ഇന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു യഥാർത്ഥമായി നടന്ന ഒരു പോക്സോ കേസ് കൂടി മാധ്യമങ്ങൾ കൂടി അറിയുമ്പോൾ ചിന്തിച്ചു പോകാൻ എന്താണ്, അതൊരു ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബ വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി കൊടുത്ത കേസുകളാണെന്നുള്ള ചിന്തയിലേക്കാണ് പലവരുടെയും മനസ്സ് പോകുന്നത്. അതിന് പ്രധാന കാരണം ഇതുപോലെ വ്യാജ പോക്സോ കേസിൽപ്പെടുത്തിട്ട് ഇതുപോലുള്ള നിരപരാധികളെ ശിക്ഷിച്ച് ഇതുപോലെയുള്ള നിരപരാധികളെ ജയിലിട്ട് പിന്നീട് ഇവർ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി വെറുതെ വിട്ടുന്ന സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ പറയാനുള്ളത്, ഇതുപോലുള്ള കേസുകളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് നടപടിയെടുക്കണം. അതായത് ഈ കേസിൽ അകപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏത് രീതിയിലാണോ ശിക്ഷ കൊടുക്കുന്നത്, അതിന്റെ നേരെ ഡബിൾ രീതിയിലുള്ള ശിക്ഷാ നടപടി ഈ കേസിനെ ദുരുപയോഗപ്പെടുത്തുന്നവർക്കും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാൻ പറ്റൂ.